കണ്ണടച്ചൻ പറഞ്ഞ സ്വാഗതത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ പരിശുദ്ധ മറിയത്തിനായി ഈ പ്രഭാതത്തിൽ സമയം സമർപ്പിച്ച് നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ഈ അമലോത്സവ തിരുനാളിൻ്റെ ദിവസം മാധ്യമങ്ങളിലൂടെയും നേരിട്ടും ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഈ അനുഗ്രഹീതമായ ആലയത്തിലൂടെ നീ സഞ്ചരിക്കാൻ നിന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അമ്മേ, ഈശോയുടെ അമ്മേ, ദൈവപിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പുത്രി, പുത്രനായ യേശുവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ ഏറ്റവും പ്രിയപ്പെട്ട പരിശുദ്ധ ദൈവമാതാവേ, അമ്മയെ ഞങ്ങൾ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അമ്മേ, ഞങ്ങൾ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന അമ്മേ, സുഗന്ധ തൈലത്തിന്റെ അഭിഷേകവുമായി ഈ ഹോളിലൂടെയും പരിസരത്തിലൂടെയും അമ്മ സഞ്ചരിക്കണമേ. അമ്മയുടെ സാന്നിധ്യത്തെ സ്നേഹത്തോടെ വിളിക്കുന്നു. എല്ലാവരും സ്നേഹത്തോടെ കണ്ണുകളടച്ച് നിങ്ങളുടെ കൺപോളകളുടെ ഇടയിൽ പരിശുദ്ധ അമ്മയെ നിങ്ങൾ കാണുക. അതെ, ലൂർദിലും ഫാത്തിമയിലും ഗാദിലുപ്പയിലും എട്ടുകൂറിയിലും എല്ലാം ഇറങ്ങി വന്ന അമ്മയുടെ സാന്നിധ്യം ഈ ജെറുസലേം കൺവെൻഷന്റെ 2ാം ദിവസമായി ഇന്ന് ഇതാ ഈ മധ്യാഹ്നത്തിൽ അമ്മയെ നമ്മൾ നമ്മുടെ അടുത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. അമ്മേ, അമ്മേ, ഈശോയുടെ അമ്മേ, സുഗന്ധ തൈലത്തിന്റെ അഭിഷേകവുമായി ആ നീല കാപ്പി അണിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി അമ്മേ നീ ഞങ്ങളുടെ അടുത്തേക്ക് വരിക. അമ്മേ, അമ്മേ, സ്നേഹത്തോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അമ്മേ, അമ്മയ്ക്ക് അടുത്ത വാത്സല്യവുമായി അമ്മ വരിക. സ്നേഹക്കുറവുള്ളവർക്ക് സ്നേഹം കൊടുക്കാൻ അമ്മ വരിക. സ്നേഹത്തിന്റെ ഉറവ് പറ്റിപ്പോയവർക്ക് ആ ചാലുകൾ ഒരിക്കൽ കൂടി രൂപപ്പെടുത്തുവാൻ അമ്മ വരിക. തകർന്ന മാനസങ്ങളെ ചേർത്ത് പിടിക്കാൻ അമ്മേ നീ വരിക. നിന്റെ ഹൃദയമിടിപ്പ് അവരുടെ ഹൃദയമിടിപ്പായിട്ട് മാറട്ടെ. അമ്മേ, പാപലേശമില്ലാതെ ഭൂമിയിൽ പിറക്കാൻ രൂപം കൊള്ളുവാൻ അവസരമുണ്ടായ അമ്മേ, പാപികളായ മനുഷ്യരായി ഞങ്ങളെ വിളിക്കുന്നു. അമ്മേ, നീ വരണമേ. അമ്മേ, ഈ ജെറുസലേം കൂടാരത്തിലേക്ക് വരണമേ. അമ്മേ, ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ നീ വരാറുണ്ടല്ലോ. അമ്മേ, സ്നേഹമായി വരിക, കൃപയായി നീ വരിക. അമ്മേ, നീ വരിക, വരിക, വരിക. സ്വർഗവാസികളോട് കൂടി ഒരിക്കൽ കൂടി ഞങ്ങളുടെ അടുത്തേക്ക് വരണമേ. അമ്മേ, ഞങ്ങൾക്ക് അമ്മയുടെ അസുഖം ആസ്വദിക്കാനുള്ള കൃപ തരണമേ. അമ്മേ, അമ്മേ, പാപലേശമില്ലാതെ മണ്ണിൽ പിറക്കാൻ അവസരമുണ്ടായ അമ്മേ, ഞങ്ങളെ വിളിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന അമ്മേ, ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാൻ അമ്മേ നീ വരണമേ. അമ്മേ, സ്നേഹത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. അമ്മേ, അമ്മയ്ക്ക് വേണ്ടി മാറ്റി നിർത്തപ്പെട്ട ഈ ദിവസം തിരുസഭയുടെ റാണി നീ വരിക, 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 വരിക. സ്വാഗതം ചെയ്യുന്നു അമ്മേ.
അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുക. ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന ഓരോ മകനും മകളും അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുക. അമ്മയാണ്, അവൾ അമ്മയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇങ്ങനെ പറയും, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ വരുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ദൈവം കേൾക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ, നിങ്ങളുടെ ഹൃദയം വല്ലാതെ തകർന്നു പോകുമ്പോൾ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്ക് പിടിയില്ലാതെ വരുമ്പോൾ, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. നിങ്ങൾ അമ്മയെ അമ്മയെ എന്ന് ആവർത്തിച്ച് വിളിക്കണമെന്ന് നമ്മുടെ പ്രാണനോട് ചേർന്ന് നമുക്ക് വിളിക്കാം. അമ്മേ 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 എന്ന് വിളിക്കുമ്പോ കുഞ്ഞ് എന്തിനു വേണ്ടിയാണ് നിലവിളിക്കുന്നത് എന്ന് അമ്മയ്ക്കറിയാം. മുലപ്പാലിന് വേണ്ടിയാണോ? ഉദരത്തിൽ വേദനയുള്ളത് കൊണ്ടാണോ? കുഞ്ഞിന് ഏതെങ്കിലും കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണോ? ഇതുപോലെ തന്നെ നമ്മൾ അമ്മയെ വിളിക്കുമ്പോൾ തന്നെ അമ്മയുടെ സാന്നിധ്യം നമ്മുടെ അടുത്തേക്ക് വരും. അമ്മേ 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 സ്നേഹത്തോടെ നമുക്ക് വിളിക്കാം. മക്കൾക്ക് മധ്യസ്ഥയായി അടിവോടെ ഞങ്ങളെ കാത്തിടും തായേ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സഹോദരങ്ങളെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഏറ്റവും അധികം അറിയപ്പെടുന്ന ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരാണ് ഹാർവർഡ് യൂണിവേഴ്സിറ്റി. ഈ യൂണിവേഴ്സിറ്റിയിൽ ഒരു ചെറുപ്പക്കാരനായ യഹൂദൻ പഠിക്കാനായിട്ട് ചെന്നു. അവന്റെ പേര് റോയ് ഷേമാൻ എന്നാണ്. ഇന്നും ജീവിച്ചിരിക്കുന്ന ആളാണ് ഈ റോയ് ഷേമാൻ. വളരെ ഓർത്തഡോക്സ് പാരമ്പര്യമുള്ള ഒരു യഹൂദ സമൂഹത്തിൽപ്പെട്ട ആളാണ് ഈ റോയ് ഷേമാൻ. റോയ് ഷേമാൻ അവൻ വളരെ നന്നായിട്ട് പഠിച്ചു. ആ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും ഉയർന്ന മാർക്ക് വാങ്ങിയത് കൊണ്ട് തന്നെ ആ യൂണിവേഴ്സിറ്റിയിലെ അധികാരികൾ തീരുമാനിച്ചു ഇവനെ ഇവിടെ പഠിപ്പിക്കാനുള്ള ഒരു പ്രൊഫസറാക്കി മാറ്റണമെന്ന്. അങ്ങനെ 29ാമത്തെ വയസ്സിൽ ഈ പ്രസിദ്ധമായ ഹാർവർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായി ഇവൻ മാറിക്കഴിഞ്ഞപ്പോ ഇവന്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു ആന്തരിക ശൂന്യത. കാരണം അവിടെ പഠനകാലത്ത് തന്നെ അവന് വിശ്വാസം നഷ്ടമായി. യഹൂദ മതത്തിലാണെങ്കിലും ആ യഹൂദ മതപരമായ കാര്യങ്ങളിൽ പോലും വിശ്വസിക്കാനായിട്ട് റോയ് ഷേമാന് കഴിയുന്നില്ല. അങ്ങനെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളുമായി ഈ സഹോദരൻ നടന്നു നീങ്ങുന്ന കാലം ആന്തരികമായി വലിയ ശൂന്യതയായതുകൊണ്ട് 1 or 2 പ്രാവശ്യം ഇയാൾ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിട്ടുണ്ട്. ഒട്ടേറെ ന്യൂ ഏജ് മുന്നേറ്റങ്ങളുടെ പിറകെ ഈ പ്രൊഫസർ റോയ് ഷേമാൻ എന്ന് പറയുന്ന 28കാരൻ യാത്ര ചെയ്യാനായിട്ട് വന്നു. പലതിന്റെയും പുറകെ പോയിട്ടും ഇവർ യാതൊരു വിധത്തിലുള്ള സന്തോഷമോ ആനന്ദമോ അനുഭവിക്കാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവിടെയുള്ള ഒരു കൊച്ചു തടാകത്തിന്റെ സമീപത്ത് ഇവരിങ്ങനെ ശാന്തമായിട്ടിരിക്കുകയാണ്. അവരിരിക്കുന്ന നേരത്തെ അവന്റെ ചിന്ത ഇങ്ങനെയാണ്: എന്റെ ജീവിതത്തിന് അർത്ഥമില്ല, എനിക്ക് പഠനമുണ്ട്, എനിക്ക് വലിയ യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്, പക്ഷേ എന്റെ ഉള്ളിൽ ആന്തരികമായ വലിയ ശൂന്യതയാണ്. എനിക്ക് എന്ത് ചെയ്യണമെന്ന് യാതൊരു പിടിയുമില്ല. ഇങ്ങനെ ഇരുന്ന് ഏറെ പ്രാവശ്യം വിഷമിച്ചാണ് ഇയാൾ സ്വന്തം മുറിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലക്ഷ്യമായി ഈ തടാകത്തിന്റെ സമീപത്തിലൂടെ ഇങ്ങനെ നടക്കുന്ന നേരത്ത്
ഈ പുഴയുടെ സമീപത്തേക്ക് ഇരിക്കുന്ന നേരത്ത് അഭൗമികമായ ഒരു എക്സ്ട്രാ ഓർഡിനറിയായ ഒരു ദൈവ സാന്നിധ്യം ഈ റോഷോമന്റെ അടുത്തേക്ക് കടന്നു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ ഒരു ദൈവ സാന്നിധ്യമാണെന്ന് മനസ്സിലായി. പക്ഷേ അത് ഒരിക്കലും താൻ വിശ്വസിക്കുന്ന യഹൂദ മത പാരമ്പര്യത്തിൽപ്പെട്ട ഒരു ദൈവ സാന്നിധ്യമായി അദ്ദേഹം കണ്ടില്ല. അദ്ദേഹത്തിന് അറിയാം, കാരണം ഞാൻ കരുതുന്ന ദൈവം എന്നിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതുകൊണ്ട് ഒരിക്കലും ഈ അലക്ഷ്യമായി ആകപ്പാടെ വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഒരു അപൂർവികമായ ദൈവാനുഭവമായി ഒരിക്കലും ദൈവം കടന്നു വരില്ല. ഇതാണ് ഈ പ്രൊഫസർ ചിന്തിച്ചത്. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ഈ പുഴയുടെ സമീപത്ത് ചെന്ന്, ഈ തടാകത്തിന്റെ സമീപത്ത് ചെന്ന് ഇവർ പ്രാർത്ഥിക്കുന്ന നേരത്ത് ഇതുപോലെ തന്നെയുള്ള ഒരു അഭൗമികമായ ഒരു ദൈവാനുഭവം ഇയാൾ അടുത്തേക്ക് കടന്നു വന്നു. ഈ അഭൗമികമായ ദൈവാനുഭവം കടന്നു വന്നപ്പോ ഈ റോഷമൻ എന്ന് പറയുന്നുള്ള ഈ പ്രസിദ്ധമായ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ അവിടെ മുട്ടുകൾ കുത്തി അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ച് ഏതാണ്ട് സമയം കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടിരുന്നു. സമയം കഴിഞ്ഞു. അദ്ദേഹം സ്വന്തം വീട്ടിലേക്ക്, ഹോസ്റ്റലിലേക്ക് മടങ്ങി വന്നു. ഈ മടങ്ങി വരുന്ന നേരത്തെല്ലാം ഇയാളുടെ മനസ്സിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഈ ദൈവ അനുഭവത്തിൽ തെളിഞ്ഞ ഈ ദൈവ സാന്നിധ്യം ഒരുപക്ഷെ കൃഷ്ണനോ മറ്റേതെങ്കിലും ദൈവങ്ങളോ ആണ് എങ്കിൽ ഞാനൊരു ഹൈന്ദവനായിട്ട് ജീവിക്കും. ബുദ്ധനാണ് എങ്കിൽ ഞാനൊരു ബുദ്ധമതക്കാരനായിട്ട് മാറും. ജൈന മതത്തിലെ ഏതെങ്കിലും ദേവനാണെങ്കിൽ ഞാൻ ജൈന മതത്തിൽ കൂടും. പക്ഷെ അത് ഒരിക്കലും ക്രിസ്തു ആകരുത്. ഇയാളുടെ മനസ്സിലുള്ള ഏക ആഗ്രഹം മാത്രമാണ് അത് ക്രിസ്തു ആകരുത്. കാരണം അത് ക്രിസ്തു ആയി കഴിഞ്ഞാൽ യഹൂദന് ഒരു വിധത്തിലും അത് സ്വീകരിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് അത് എന്റെ അഹങ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. അത് ഒരിക്കലും ക്രിസ്തു ആകരുത്. ഇങ്ങനെ പല വട്ടം അദ്ദേഹം ആഗ്രഹിച്ച് കിടന്നുടങ്ങിയ ഒരു രാത്രിയിൽ സ്വപ്നത്തിൽ അദ്ദേഹത്തിന് സുന്ദരിയായ നീല വസ്ത്രമണിഞ്ഞ ഒരു പെൺകുട്ടി പ്രത്യക്ഷയായി. സ്വപ്നത്തിൽ അദ്ദേഹത്തിന്റെ പ്രത്യക്ഷ നമ്മൾ പറയുന്നത് റീസെന്റ് കൺവേർട്ടഡ് ആയ ഒരാളെ കുറിച്ചല്ല, ഒരു പഠനമോ ശേഷിയോ ഇല്ലാത്ത ഒരാളെ കുറിച്ചല്ല, വല്ലതും പിടിച്ചു പറയുന്ന ഒരാളെ കുറിച്ചല്ല, മറിച്ച് ഉന്നതമായ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് ഈ നാടുകളിൽ ഷാലോ വേൾഡ് ടെലിവിഷൻ ചാനലിൽ അദ്ദേഹം കാര്യമായ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. പ്രൊഫസർ റോഷമാൻ, ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ, കൺവേർട്ടഡ് ടു കാത്തലിസിസം എന്ന് പറഞ്ഞുകൊണ്ട്, കത്തോലിക്ക സഭയിലേക്ക് ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യൻ ഈ സുന്ദരിയായ പെൺകുട്ടിയെ സ്വപ്നത്തിൽ കാണുകയാണ്. കണ്ട നേരത്ത് ഇദ്ദേഹത്തിന് ചില കത്തോലിക്കരെ പരിചയമുള്ളത് കൊണ്ട് അവർ വണങ്ങുന്ന, അവർ ആദരിക്കുന്ന മറിയമാണ് ഇതെന്ന് മനസ്സിലായി. അങ്ങനെ ഈ മറിയത്തോട് ഇവൻ ചോദിച്ചു, നീ ആരാണ്? നീ ആ മറിയം തന്നെയാണ്? അവൾ പറഞ്ഞു, ഞാനാണ്, മറിയമാണ്, ഞാനാണ് യേശുവിന്റെ അമ്മ എന്ന് പറഞ്ഞു. നീ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോ പോർച്ചുഗീസ് ഭാഷയിൽ നന്മ നിറഞ്ഞ മറിയത്തിന്റെ ലിപികൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. ഇദ്ദേഹം ആ ലിപികൾ പകർത്തിയെടുത്തു. പോർച്ചുഗീസ് ഭാഷ അറിയാവുന്ന ഒരു സ്ത്രീ ഇദ്ദേഹത്തിന് അത് ട്രാൻസ്ലേഷൻ നടത്തി കൊടുത്തു. അപ്പോഴാണത് നന്മ നിറഞ്ഞ മറിയമുള്ള പ്രാർത്ഥനയാണെന്ന് മനസ്സിലായത്. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഈ സ്ത്രീയുമായി, ഈ അമ്മയുമായി ഈ പ്രൊഫസർ ഷോമാന് വലിയ ബന്ധമായി. എന്നിട്ട് ആ അമ്മയോട്, ഈ സ്ത്രീയോട് ഈ പ്രൊഫസർ റോഷമൻ ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? അപ്പൊ അവൾ പറഞ്ഞു, എനിക്ക് എല്ലാ പ്രാർത്ഥനകളും ഇഷ്ടമാണ്, എനിക്ക് എല്ലാ പ്രാർത്ഥനകളും ഇഷ്ടമാണ്. എന്നാലും അമ്മേ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രാർത്ഥന ഏതാണ്? ആ സമയത്ത് പ്രൊഫസർ റോഷമനോട് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥന ഇതാണ്: പാപലേശമില്ലാതെ രൂപപ്പെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. പാപലേശമില്ലാതെ രൂപപ്പെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. പാപലേശമില്ലാതെ രൂപപ്പെടുത്ത പരിശുദ്ധ മറിയമേ, നിന്നിൽ അഭയം തേടുന്നവർക്കായി നീ പ്രാർത്ഥിക്കണമേ. ഈ അമ്മയുടെ പ്രാർത്ഥനയോടെ, ഈ അമ്മയുടെ സഹകരണത്തോടെ അദ്ദേഹം
ഈശോയെ കണ്ടെത്തി. നാളുകൾ കഴിഞ്ഞ് ഏതാണ്ട് 2 വർഷത്തെ ഒരുക്കത്തിന് ശേഷം ഇന്ന് അനുഗ്രഹീത കത്തോലിക്ക പ്രഭാഷകനായി പ്രസിദ്ധമായ ഹാർവർഡ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ റോഷൻ ഷോമാൻ ലോകത്തിലെങ്ങും സഞ്ചരിക്കുകയാണ്. കരഞ്ഞെടുത്ത് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ധാരാളം പേര് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ പങ്കുകാരാകുന്നുണ്ടെന്ന് അറിയാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായതുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകുന്ന നിങ്ങൾ ഇന്ന് ഇങ്ങനെ എന്നോടൊപ്പം ഏതാനും സമയം ചിന്തിക്കുക. എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നത്, അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഒരുപാട് പേരുടെ ഉള്ളൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും പ്രിയപ്പെട്ട അമ്മയുടെ അമലോത്ഭവ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസം അമ്മയോടുള്ള ആദര സൂചകമായി അമ്മയോട് എന്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കണമെന്ന് അമ്മയെ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഒന്ന് ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു 4 കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചിട്ട് അമ്മയുമായി ബന്ധപ്പെട്ട ഒരു ദൈവവചന ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്തിനാണ് നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം, സഹോദരങ്ങളെ കേൾക്കുക, കൃപയുള്ള മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആർക്കെങ്കിലും അടുത്ത് ആർക്കെങ്കിലും കുറച്ച് ദൈവകൃപയുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പോകും, സഹായം തേടി പോകും. ഞാൻ ഓർക്കുന്നത്, ഞാൻ പല ഇടങ്ങളിലും പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ കൂടി ഇവിടെ പറയുകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഈ ആലയത്തിൽ ജെറുസലേം ധ്യാന കേന്ദ്രത്തിൽ മുംബൈയിൽ നിന്ന് ഒരു കുടുംബം വന്നു. അവർ വലിയ ബിസിനസ്സുകാരായ കുടുംബസ്ഥരാണ്, ദമ്പതിമാരാണ്. പക്ഷെ അവർക്ക് 14 വർഷമായിട്ടും കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് വല്ലാതെ വിഷമമുണ്ട് അവർ. കാരണം അവർ ഒരുപാട് സ്വത്തുണ്ട്, ഒരു വശത്ത് ഒരുപാട് സ്വാധീനമുണ്ട്, പക്ഷെ അവർക്ക് കുഞ്ഞുങ്ങളില്ല. വലിയ ഭാരം അനുഭവിച്ചുകൊണ്ടാണ് ഈ സ്ഥലത്ത് അവർ വന്നതായി ഞാൻ കേട്ടത്. അവർ വന്നു കഴിഞ്ഞു, ഇവിടെയുള്ള പട്ടത്തച്ഛനെ കണ്ടു, അച്ഛനെ കണ്ട് സങ്കടങ്ങളെല്ലാം പറഞ്ഞു. ഏതോ വീക്കെൻഡിലുള്ള ധ്യാനം മുഴുവൻ അവർ പങ്കെടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പ്രോഗ്രാം കഴിഞ്ഞ് അവരുടെ ഉള്ളിൽ കുറെ സന്തോഷമെല്ലാം നിറഞ്ഞ് അവർ ബോംബെയിലേക്ക് മടങ്ങിപ്പോയി. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ്, എന്തോ 10-12 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ഇതാ ഈ ജെറുസലേം ദേവാലയത്തിന്റെ ധ്യാന കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിലൂടെ ഒരു ടെമ്പോ ട്രാവലർ വരികയാണ്. ഈ ടെമ്പോ ട്രാവലർ വരുന്നത് ഇവിടെ ഇരുന്ന് പട്ടത്തച്ഛൻ കാണുന്നുണ്ടായിരുന്നു. ഞാൻ ഇത് കേട്ടതാണ്. അച്ഛൻ ഇപ്പൊ എന്നെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് കഴിയുമ്പോൾ പുള്ളിയെ കറക്റ്റ് ചെയ്തോളൂ. ചേർന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഒരു ടെമ്പോ ട്രാവലർ വരികയാണ്. ഇപ്പൊ ടെമ്പോ ട്രാവലർ വരുന്ന നേരത്തെ അച്ഛൻ ആകപ്പാട് അവലാതിയായി. അച്ഛൻ ചിന്തിച്ച്, കാരണം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ശബ്ദമെല്ലാം പറ്റി, ഇനി പോയി റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ഈ സമയത്താണ് ഈ മനുഷ്യന് മുഴുവൻ ഈ ടെമ്പോ ട്രാവലറിൽ വരുന്നത്. വന്നു കഴിഞ്ഞിട്ട് ഈ ബോംബെക്കാരാണ് വരുന്നത്. ബോംബെയിൽ നിന്ന് വന്ന ഈ പണ്ട് 12-13 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ ദമ്പതിമാരാണ് ആദ്യം പുറത്തേക്ക് ഇറങ്ങുന്നത്. അച്ഛനോട് ചോദിച്ചു, ഞങ്ങളെ ഓർമ്മയുണ്ടോ? അപ്പൊ പറഞ്ഞു, നിങ്ങളെ ഓർമ്മയില്ല, കാരണം ഞാൻ ഒരുപാട് പേരെ കാണുന്നതാണ്. അപ്പൊ അവര് പറഞ്ഞു, 10-13 വർഷങ്ങൾക്ക് മുമ്പ് മനസ്സെല്ലാം തളർന്ന് ആകപ്പാടെ വിഷമിച്ച് ഞാനിവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അച്ഛനിൽ എന്തോ ഒരു ദൈവകൃപയുണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഇന്നതാ വലിയൊരു സന്തോഷ വാർത്ത അച്ഛനോട് പറയാനുണ്ട്. മക്കളെ വരാൻ പറഞ്ഞു. ടെമ്പോ ട്രാവലിൽ നിന്ന് 1ാമതിറങ്ങി, 2ാമതിറങ്ങി, 3ാമതിറങ്ങി, 4ാമതിറങ്ങി, 5ാമതിറങ്ങി. കണ്ണ് പട്ടണത്തിന്റെ തുറിക്കുന്നുണ്ട്, ആളുകൾ മുഴുവൻ തുറിക്കുന്നുണ്ട്. 7ാമതിറങ്ങി. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല നിങ്ങളോട് പറഞ്ഞത്. അമ്മയിലുള്ള ദൈവകൃപയുമായി തുലനം ചെയ്യുമ്പോ അച്ഛനുള്ള ദൈവകൃപ ഒരു ആറ്റത്തിന്റെ വലുപ്പമില്ല, ഒരു പൊട്ടിന്റെ വലുപ്പമില്ല. സ്ത്രീകൾ നെറ്റിയിൽ വയ്ക്കുന്ന ഒരു പൊട്ടിന്റെ വലുപ്പമില്ല. അമ്മ മറിയത്തിന്റെ ദൈവകൃപയുമായി തുലനം ചെയ്യുമ്പോ ഇവിടെയുള്ള വൈദികരുടെ ദൈവകൃപ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇനി വരിക, എന്നോടൊപ്പം വരിക. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാമത്തെ തിരുവചനം. ദൂതരിൽ ശ്രേഷ്ഠനായ
ഗബ്രിയേൽ വന്നുകൊണ്ടാണ് പറഞ്ഞത്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തിയെന്ന്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തിയെന്ന്. ദൈവകൃപ നിറഞ്ഞവർ, ഫുൾ ഓഫ് ഗ്രേസ് എന്ന് പറയാൻ ഈ ഭൂമിയിൽ ആരുമില്ല. ഒരു ധ്യാനഗുരുവിനും ഫുൾ ഓഫ് ഗ്രേസ് ഇല്ല. എല്ലാവരിലും ഉള്ളതും പാർഷ്യലായ ഗ്രേസ് ആണ്. ഈ പാർഷ്യലായ ഗ്രേസ് ഉള്ള മനുഷ്യരെ കാണാൻ, അവരുടെ പ്രാർത്ഥനാ സഹായം തേടാൻ, അവരുടെ ആശീർവാദം തേടാൻ, അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമ്മൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഫുൾ ഓഫ് ഗ്രേസ് ആയ കൃപയുടെ മുഴുവൻ വിതരണക്കാരനായ അമ്മ മറിയത്തിലേക്ക് നമ്മൾ എത്രയോ അധികം യാത്ര ചെയ്യണം. കരമേതെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ. കേൾക്കുക, ഈ ശുശ്രൂഷയിൽ ഏതെങ്കിലും അകത്തൊഴിക്കലോ അമ്മ മറിയത്തെ ആശ്രയിക്കാനും അവരോട് ചേർന്ന് പ്രാർത്ഥിക്കാനുമുള്ള നാണമോ ലജ്ജയോ ഉള്ളവരുണ്ടെങ്കിൽ ചിന്തിക്കുക. സഹോദരങ്ങളെ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഞങ്ങളോട് പറയുന്നത്. കൃപയുള്ള മനുഷ്യരോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് താല്പര്യമുണ്ട്. അത് ആരായിരുന്നാലും, അന്മാരായിരുന്നാലും, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആയിരുന്നാലും, വൈദികരായിരുന്നാലും, കൃപ ഒരാളിൽ ഉണ്ടെന്ന് കണ്ടാൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചെല്ലും. ദൂരം യാത്ര ചെയ്ത് നമ്മൾ ചെല്ലും. കൃപ ഒരു ധ്യാന കേന്ദ്രത്തിൽ വർഷിക്കപ്പെടുന്നെന്ന് കണ്ടാൽ നമ്മൾ യാത്ര ചെയ്തു വരും. എന്നാൽ ഒരു ധ്യാന കേന്ദ്രത്തിലും ഒരു സ്ഥലത്തിലും കൃപയുടെ നിറവില്ല. കൃപയുടെ നിറവുള്ളത് ഒരേ ഒരാളിനെ ഉള്ളൂ. ബൈബിള് പറയുന്നത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. അതിനോട് ചേർന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി, ദൂതന്മാർ സാധാരണയായി ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള ഭാഗങ്ങളിൽ ദൂതന്മാർ സാധാരണയായി ഒരാളെ അഡ്രസ് ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അവരുടെ പേര് പറഞ്ഞുകൊണ്ട്, ദാനിയേലെ, ജെറമിയായെ, യെശയ്യായെ, ഐസയെ, എസെക്കിയേലെ, പോളെ, പത്രോസെ, പേര് പറഞ്ഞാണ് അഡ്രസ് ചെയ്യുന്നത്. എന്നാൽ ബൈബിളിൽ ഒരേ ഒരു സ്ഥലത്ത് മാത്രമാണ് പേര് പറയാതെ അവരുടെ വിശേഷണം പറഞ്ഞ് ഒരാളെ നമ്മൾ കാണുന്നത്. അത് ലൂക്കാ 1:28 മാത്രമാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ചേർന്നത് പറഞ്ഞ് ഹല്ലേലൂയ. വളരെ ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. അമ്മേ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, അമലോത്ഭവയായ നാഥേ, ഈ ജെറുസലേം കൺവെൻഷന്റെ 2ാമത്തെ ദിവസം നിനക്കുള്ള വന്ദനമായി, നിന്നോട് ആദര സൂചകമായി ദൈവകൃപ നിറഞ്ഞവളെ, കൃപയുടെ വിതരണക്കാരി, ധാരാളം കൃപ നിന്റെ പ്രിയപ്പെട്ട മക്കളിലേക്ക് വർഷിക്കുക. നാളുകൾക്ക് മുമ്പ് ക്രൂരനായ ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് യഹൂദരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന കാലം. ഈ കാലഘട്ടത്തിൽ അന്നത്തെ മാർപ്പാപ്പ ഇങ്ങനൊരു തീരുമാനമെടുത്തു. ദൈവകൃപ ധാരാളമായിട്ട് വർക്ക് ചെയ്യുന്ന, പ്രത്യേകിച്ചും ഡെലിവറൻസിന്റെ മിനിസ്ട്രി കാര്യമായി ചെയ്യുന്ന 4 വൈദികരെ ക്രൂരനായ ഹിറ്റ്ലർ പ്രസംഗിക്കുന്ന ആ ഓഡിറ്റോറിയത്തിന്റെ 4 ദിക്കിലും വിശുദ്ധ കുരിശുമായി പിടിച്ചിരിക്കാനായി പറഞ്ഞു വിട്ടു. ദൈവകൃപയുള്ള 4 കപ്പൂച്ചൻ വൈദികരെ മാർപ്പാപ്പ പ്രത്യേകം പ്രാർത്ഥിച്ച് ആശീർവദിച്ച് ഹിറ്റ്ലർ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ അവന്റെ പ്രഭാഷണം പൂർത്തിയാകാതിരിക്കാൻ, അവന്റെ ഈ വയലന്റായ ഇടപെടലുകൾ തീർന്നു പോകാൻ, ഹിറ്റ്ലറും ഹിറ്റ്ലറുടെ ചെയ്തികളും ഈ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യപ്പെടാൻ വേണ്ടി 4 വൈദികരെ ബെനഡിക്റ്റൈൻ റോസുമായി കപ്പൂച്ചൻ വൈദികരെ പറഞ്ഞു വിട്ടു. ഈ വൈദികരെ പറഞ്ഞു വിട്ടത് ഇങ്ങനെയാണ്. അവർ ചെന്നിരുന്ന് ഹിറ്റ്ലർ എവിടെയെല്ലാം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ഇരുന്നു കൊണ്ട് എക്സോർസിസത്തിന്റെ പ്രാർത്ഥന നടത്തും, ഭൂതോച്ചാരണത്തിന്റെ പ്രാർത്ഥന നടത്തും. ഒരിക്കൽ ഹിറ്റ്ലർ തന്റെ ഏറ്റവും ക്രൂരമായ ചെയ്തികൾക്ക് വേണ്ടി നാസി പട്ടാളത്തെ അയക്കുന്നതിനോട് ചേർന്ന് അദ്ദേഹം ഒരു പ്രഭാഷണം നടത്തുകയാണ്. ഏതാണ്ട് 45 മിനിറ്റ് നേരത്തെ പ്രഭാഷണത്തിന് വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ ഇവർ ഇങ്ങനെ ഭൂതോച്ചാരണ പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോ 15 മിനിറ്റ് കഴിഞ്ഞപ്പോ ഹിറ്റ്ലർ ബോധം കെട്ട് വീണു. ചരിത്രത്തിൽ പറയുന്നത് എങ്ങനെയാണ്, അന്ന് ഹിറ്റ്ലർ ആ പ്രഭാഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഏതാണ്ട് ദശലക്ഷക്കണക്കിന് മനുഷ്യർ ആ സമയത്ത് തന്നെ കൊല ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അന്ന് അദ്ദേഹം ആ പ്രസംഗം കൂടി പൂർത്തിയാക്കിയിരുന്നെങ്കിൽ 10,000-കണക്കിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളും ബാലികാബാലന്മാരും പ്രത്യേകിച്ച് ജർമ്മനിയിൽ വധിക്കപ്പെട്ടേനെ. ദൈവകൃപ
കുറച്ചെങ്കിലും ഈ വൈദികരിൽ പ്രവർത്തന നിരതമാണെന്ന് കണ്ടതുകൊണ്ടാണ് അന്ന് മാർപ്പാപ്പ ബെനഡിക്റ്റായി ക്ലോസുമായി ഈ വൈദികരെ പറഞ്ഞു വിട്ടത്. സഹോദരങ്ങളെ ഓർക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക. ഈ വൈദികരിൽ ഒന്നും ദൈവകൃപയുടെ പൂർണ്ണതയില്ല. ഈ വൈദികരിലെല്ലാം ഉള്ളത് അല്പം ദൈവകൃപയാണ്. എന്നാൽ ദൈവകൃപയുടെ പൂർണ്ണതയുള്ളത് ഏറ്റവും പ്രിയപ്പെട്ട അമ്മയിലാണ്. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ബൈബിള് പറഞ്ഞിട്ടുള്ളത് ഇവളെ കുറിച്ച് മാത്രമാണ്. കരുവേറ്റെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ടാണ് അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? എന്തുകൊണ്ടാണ് അമ്മയെ അമ്മയെ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഈശോയുടെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഒരു സമൂഹത്തിൽ നിറയുന്നത്? രണ്ടാമത്തെ കാരണം, പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ തിരുവചനം. അതിൽ എങ്ങനെയാണ് പറയുന്നത്? അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അതിലെങ്ങനെയാണ്? ദൈവം പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. ആൺ മകന്റെ മേൽ, പുത്രന്റെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ട്. സഹോദരങ്ങളെ, പുത്രന്മാരുടെ മേൽ അമ്മയ്ക്ക് അവകാശമുണ്ടെങ്കിൽ ഈ അവകാശം ഏറ്റവും അധികമുള്ള ഒരമ്മ എന്ന് പറയുന്നത് പരിശുദ്ധ മറിയമാണ്. ചേർന്ന് പറഞ്ഞ ഹല്ലേലൂയ.